മലപ്പുറം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രമോയിൽ കാണിക്കുന്നത് പത്മിനി അങ്ങനെ ആ സ്വർണത്തിൻ്റെ ബോക്സ് ഉണ്ടല്ലോ അത് പ്രിയങ്കയുടെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങുമായിരിക്കും. ഈ സമയത്ത് ആ കാഴ്ച കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന മുത്തശ്ശി പ്രിയങ്കയുടെ കൈ പിടിച്ച് പ്രിയങ്കയെ തടയുവാണ് കേട്ടോ. അന്നേരം പത്മിനിയിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുവാണ് മുത്തശ്ശി. അങ്ങനെ പ്രിയങ്ക സ്വർണം വാങ്ങാനായിട്ട് അവിടെ വന്നതെന്നറിയുന്നതും മുത്തശ്ശി പറയണേണ്, അല്ല നീ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നീ എത്ര പവൻ സ്വർണ്ണം ഇട്ടത്, എന്തൊക്കെ ഡ്രസ്സാണിത് എന്നുള്ള എല്ലാ കണക്കും നിൻ്റെ കയ്യിലുണ്ട് അല്ലേടി? അതെല്ലാം നിനക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ തൽക്കാലം ഈ സ്വർണം നിനക്കിപ്പോൾ തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. പത്മിനി നീ ഇതും കൊണ്ട് അകത്തേക്ക് കയറുക. അങ്ങനെ അവരകത്തേക്ക് ചെല്ലുവാണ്ടോ. ഈ സമയം പ്രിയങ്കയെ പിന്നാലെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കണേ. പറ്റില്ല, എൻ്റെ സ്വർണം തരാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. എടി ഇതൊക്കെ ഞങ്ങൾ വരണിൻ്റെ ഭാര്യയായിട്ട് വന്ന പെൺകുട്ടിക്ക് വേണ്ടി കൊടുത്ത സ്വർണ്ണമാണ്, അല്ലാതെ നിനക്ക് വേണ്ടി തന്ന സ്വർണ്ണമല്ല. നീ അല്ലാതെ അതെന്ന് ഞങ്ങൾക്കിപ്പോൾ അപ്പം മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ഇനി ഇവിടുന്ന് ഒരു തുള്ളി സ്വർണം പോലും കൊണ്ടുപോകാമെന്ന് നീ വ്യാമോഹിക്കാൻ നിൽക്കണ്ട. പത്മിനി നീ ഇതെടുത്ത് റൂമിൽ കൊണ്ടുപോയി വെക്ക്. അന്നേരം പ്രിയങ്ക സമ്മതിക്കുന്നില്ല കേട്ടോ. ഇല്ല, ഈ സ്വർണ്ണം എൻ്റെയാണ്, ഇതെനിക്ക് കിട്ടിയേ പറ്റൂ, ഞാനത് കൊണ്ടുപോയിരിക്കും. നീ കൊണ്ടുപോകുന്നത് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് മുത്തശ്ശിയും പറയുവാണ്. അങ്ങനെ പറഞ്ഞ പത്മിനി മുകളിലേക്ക് ആ സ്വർണം വെക്കാൻ പോകുമായിരിക്കും. ഈ സമയം പത്മിനിയുടെ കയ്യിൽ നിന്ന് ആ ഒരു പെട്ടിയുണ്ടല്ലോ അത് തട്ടിപ്പറിച്ച് വാങ്ങി പ്രിയങ്ക പെട്ടിയുമായിട്ട് ഓടിപ്പോകുവാണ്. പിന്നാലെ തന്നെ മുത്തശ്ശിയും പത്മിനിയും പ്രിയങ്കയ്ക്ക് പുറകെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഉണ്ണികൃഷ്ണൻ വക്കീലിൻ്റെ റൂമിലേക്ക് പോകുന്ന സുകുമാരിനെയാണ് കേട്ടോ. സുകുമാരിനെ പിന്തുടർന്ന് തന്നെ ആരതിയും ആ റൂമിൻ്റെ അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ടാകും. അന്നേരം സുകുമാരിയും വക്കീലും തമ്മിൽ കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. സാറേ തൽക്കാലം ഈ ഒരു തുക അഡ്വാൻസ് ആയിട്ട് വാങ്ങണം. ഉടനെ തന്നെ എൻ്റെ പ്രിയങ്ക മോള് സാറിന് ചോദിച്ച 5 ലക്ഷം രൂപയുമായിട്ട് വരും. അതിനു മുമ്പായിട്ട് സാർ ഇത് വാങ്ങി എത്രയും പെട്ടെന്ന് കേസിൻ്റെ കാര്യങ്ങളെല്ലാം വേണ്ട രീതിക്കൊന്ന് തുടങ്ങി വെക്കണം. സാറേ ആ രാധികയെ വരണിൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടിച്ചേ പറ്റൂ. വരണിൻ്റെ കൂടെ എൻ്റെ മോള് പ്രിയങ്ക തന്നെ ജീവിക്കണം. അന്നേരം വക്കീൽ പറയുന്നുണ്ട്, ഓക്കെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, പക്ഷേ എനിക്ക് കൃത്യമായിട്ട് ഫീസ് തന്നിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. അതൊക്കെ ഞങ്ങൾ ഏറ്റു സാറേ. സാറേ എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് ജയിപ്പിച്ചാൽ മാത്രം മതി. അങ്ങനെ ഇവരുടെ സംസാരമെല്ലാം കേട്ട് സുകുമാരിയുടെയും പ്രിയങ്കയുടെയും അടുത്ത പ്ലാൻ എന്താണെന്ന് തിരിച്ചറിയുവാണ്ടോ ആരതി. ഇതേസമയം പ്രിയങ്ക അങ്ങനെ ആ ഒരു ആഭരണപ്പെട്ടിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തായിരിക്കോട്ടോ വരണിൻ്റെ രാധികയുടെയും കാറ് അവിടെ എത്തുന്നത്. അങ്ങനെ ആ കാറിൻ്റെ മുമ്പിലേക്കായിരിക്കും പ്രിയങ്ക ഓടിച്ചെന്ന് നിൽക്കുന്നത്. അങ്ങനെ കാറിൽ നിന്നിറങ്ങിയ വരുണിനെ കാണുന്നതും ഭയന്ന് വരച്ച് നിൽക്കുന്ന പ്രിയങ്കയാണ് പ്രമുഖകൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്